ഹലോ നമസ്കാരം. അങ്ങനെ IPLന്റെ ഫസ്റ്റ് മാച്ചിൽ KKRനെ പരാജയപ്പെടുത്തിക്കൊണ്ട് RCB ഫസ്റ്റ് വിജയം നേടിയിരിക്കുകയാണ്. ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് രജത് പട്ടീദറിൻ്റെ ക്യാപ്റ്റൻസി എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു മാച്ചിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആ 16ാമത്തെ ഓവറായിരുന്നു. അതായത് KKR ബാറ്റ് ചെയ്യുമ്പോൾ റസൽ ബാറ്റ് ചെയ്യാൻ വന്ന സമയത്ത് അത്രയും എക്സ്പെൻസീവായിട്ട് ബോൾ ചെയ്ത ഒരു ബോളറിനെ 16ാമത്തെ ഓവർ ആ ആൻഡ്രെ റസലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യമാണ് RCB ഈ മാച്ച് ജയിപ്പിച്ചത്. ഉറപ്പായിട്ടും റസൽ ആ ഒരു 16ാമത്തെ ഓവർ സർവൈവ് ചെയ്തിട്ട് 20 ഓവർ വരെ അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ KKR ഉറപ്പായിട്ടും 200 മേളിൽ അടിച്ചേനെ. അപ്പോൾ സാഹചര്യങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തം ആയേനെ. അതുപോലെ തന്നെ റസലിൻ്റെ വിക്കറ്റ് വീണ ഉടനെ അടുത്ത ന്യൂ ബാറ്റ്സ്മാൻ വന്നപ്പോൾ തന്നെ ഒരു ഷോർട്ട് ലെഗിൽ ഒരു ഫീൽഡറിനെയൊക്കെ ഇട്ടത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ക്യാപ്റ്റൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹാപ്പി ഫോർ രജത് പട്ടീദർ. നമുക്ക് തൽക്കാലം വിരാട് കോഹ്ലിയുടെയും ഫിൽ സോൾട്ടിൻ്റെയും അതുപോലെ തന്നെ രജത് പട്ടീദറിൻ്റെയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കാരണം RCBയുടെ ഒരു ബോളിംഗ് പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ആദ്യം തന്നെ. കാരണം 15 ഓവർ വരെ കാര്യങ്ങളെല്ലാം KKRൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. രഹാനയുടെ ഒരു എക്സെപ്ഷണലി ഗുഡായിട്ടുള്ള ഒരു ഇന്നിങ്സ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സുനിൽ നരൈനും അതിന് സപ്പോർട്ട് ചെയ്തു. ഒരു 12-13 ഓവർ വരെയൊക്കെ 10 റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വരാനായിട്ട് KKRനെ പറ്റി. അവിടെയാണ് ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്ത കൃണാൽ പാണ്ഡ്യയെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ആ ഒരു 2 വിക്കറ്റ്, ഒന്ന് വെങ്കടേഷ് അയ്യറിൻ്റെയും അതുപോലെ തന്നെ റിങ്കു സിംഗിൻ്റെയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിങ്, ആ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിങ്, അത് ആ 2 വിക്കറ്റ്, അതുപോലെ തന്നെ സുരേഷ് ശർമ്മ എടുത്ത റസലിൻ്റെ വിക്കറ്റ്, ഈ 3 വിക്കറ്റ് ആ ഒരു 13 to 15 ഓവർ 16 ഓവറിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ടേണിങ് മാച്ചിന് കൊടുത്തു. അവിടെയാണ് RCB കളി കയ്യിൽ പിടിച്ചത്. ഇനി RCBയുടെ മറ്റ് ബോളിംഗ് പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏസിൽവുഡ് ടോപ്പ് ക്ലാസ് ബോളിംഗ്. ആ ഒരു ഫസ്റ്റ് സ്പെല്ലിൽ പവർ പ്ലേയിൽ എറിഞ്ഞ 2 ഓവർ, അതുപോലെ തന്നെ ഡെത്തിൽ എറിഞ്ഞ 2 ഓവർ, അതുപോലെ തന്നെ യഷ് ദയാലിൻ്റെ ബോളിംഗ് 19th ഓവർ, എസ്പെഷ്യലി ആ ഒരു ഡെത്തിലെ 3 ഓവേഴ്സ് ഉണ്ടല്ലോ, 19, 18 and 20, അതായത് ഹേസൽവുഡിൻ്റെ 2 ഓവറും യഷ് ദയാലിൻ്റെ 1 ഓവറും, അത് ഒരു രക്ഷയില്ലായിരുന്നു. അവിടെയാണ് പൂർണ്ണമായിട്ട് KKRനെ RCB വരിഞ്ഞ് മുറുക്കിയത്. അപ്പോൾ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിംഗ് പെർഫോമൻസും അതുപോലെ തന്നെ സെൻസിബിൾ ആയിട്ടുള്ള ക്യാപ്റ്റൻസിയും കൂടെ കൂടി ചേർന്നപ്പോൾ RCB ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ 16ാമത്തെ ഓവർ തൊട്ട് 20ാമത്തെ ഓവർ വരെ. ഇനി നമുക്ക് RCBയുടെ ബാറ്റിംഗ് പെർഫോമൻസിലേക്ക് വരാം. ആ ഒരു പവർ പ്ലേയിൽ അടിച്ച അടി ഓൾറെഡി നമുക്കറിയാം. ഫിൽസോൾട്ട് കഴിഞ്ഞ സീസണിലും നമ്മളെ കാണിച്ചു തന്നതാണ് എത്ര എക്സ്പ്ലോസീവാണ് ഫിൽസോൾട്ട് എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ മാച്ച് ഒരു രക്ഷയില്ലായിരുന്നു. ആ വരുൺ ചക്രവർത്തി അടിച്ച അടിയുണ്ടല്ലോ, 21 റൺ ഓരോ ഓവറിൽ അടിച്ച അടി, ഒരു രക്ഷയില്ല. അവിടെ KKRൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ കിളി പറന്ന ഒരു ഓവറായിരുന്നു. എന്തെങ്കിലും ഒരു കൺട്രോൾ അവർക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഈ വരുൺ ചക്രവർത്തിയും സുനിൽ നരൈനുമാണ്. അടിച്ചങ്ങ് പൊളിച്ചു കൊടുത്തത് ആ ഒരു ഓവറിൽ. അതോടെ ഒരു KKRൻ്റെ കോൺഫിഡൻസ് ഇങ്ങനെ താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്യാപ്റ്റൻ്റെ മുഖത്തായാലും പ്ലെയേഴ്സിൻ്റെ മുഖത്തായാലും എല്ലാം ആ ഒരു പ്രഷർ ബിൽഡപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പവർ പ്ലേയിൽ അടിച്ച അടിയുടെ വില ഒരു രക്ഷയില്ല. ഇനി വിരാട് കോഹ്ലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ അതിമനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. ഫിൽ സോൾട്ടിന് നന്നായിട്ട് സപ്പോർട്ട് കൊടുത്തു. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആ ഫോം അങ്ങനെ IPLലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വിരാട് കോഹ്ലി. ഇനി പവർ പ്ലേ കഴിഞ്ഞിട്ട് മിഡിൽ ഓവേഴ്സിലും പുള്ളി സ്വസിദ്ധമായിട്ടുള്ള രീതിയിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. ഈ റെഗുലർ ഇൻ്റർവെൽസിൽ ബൗണ്ടറീസ് കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദേവദത്ത് പടിക്കലൊക്കെ വന്നപ്പോഴത്തേക്ക് റൺ റേറ്റ് ഒന്ന് ഡിപ്പായ സമയത്തും പുള്ളി ഇടയ്ക്കിടയ്ക്ക് ബൗണ്ടറീസ് കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പവർ പ്ലേയിൽ വൈഭവ് അറോറയെ സ്ട്രൈറ്റിലേക്ക് അടിച്ച 2 സിക്സ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത 2 ഷോട്ടുകൾ. പിന്നീട് രജത് പട്ടീദർ വന്ന് ഒരു ക്യാമിയ കളിച്ചപ്പോഴും പിന്നീട് ലിവിങ്സൺ വന്നപ്പോഴും പുള്ളി ഒരു സൈഡിലേക്ക് മാറി പുള്ളിയുടെ റോള് കൃത്യമായിട്ട് തന്നെ വിരാട് കോഹ്ലി ചെയ്തു. ഇനി രജത് പട്ടീദറിൻ്റെ ക്യാമിയ റോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ്, അതായത് എത്രയും പെട്ടെന്ന് കളി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു റൺ റേറ്റിൻ്റെ അഡ്വാൻറ്റേജ് മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്ത് പെട്ടെന്ന് കളി ജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി. ഔട്ടായപ്പോഴെങ്കിലും ആ ഇന്നിങ്സ് വാല്യുബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. പിന്നീട് ലിവിങ്സണും കൂടെ വന്നിട്ട് കളി സ്മൂത്തായിട്ട് RCBക്ക് വേണ്ടി ഫിനിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി KKRലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അജിങ്ക്യ രഹാനെ അതിമനോഹരമായിട്ടുള്ളൊരു ഇന്നിങ്സ് കളിച്ചു. ആ പവർ പ്ലേയിൽ ആദ്യത്തെ കുറച്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് റൺ റേറ്റ് ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് അജിങ്ക്യ ക്ലാസിക്കായിട്ടുള്ളൊരു ബാറ്റിംഗ് കാഴ്ചവെച്ചുകൊണ്ട് ഒരു 6 ഓവർ ആയപ്പോഴത്തേക്ക് 60 റണ്ണിലേക്ക് എത്തിച്ച് കൊണ്ട് നിർത്തിയ ഒരു രീതി ഒരു രക്ഷയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മുന്നോട്ടും ഈ സുനിൽ നരൈനുമായിട്ട് ചേർന്നിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു ഇന്നിങ്സ് അജിങ്ക്യ രഹാനെ കാഴ്ചവെച്ചു. ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് എന്ന് തന്നെ പറയാം. പിന്നീട് ഈ 15ാമത്തെ ഓവർ മുതൽ 20ാമത്തെ ഓവർ വരെയാണ് ഈ KKRന് കാര്യങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ആ ഒരു സ്കോറിങ് ആ സമയത്ത് കണ്ടെത്താൻ കഴിയാതിരുന്നതിൻ്റെ കാരണങ്ങൾ തീർച്ചയായിട്ടും അവർ റെക്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ബാറ്റിംഗ് ഓർഡറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, റസൽ കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങിയാൽ മതി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും KKR ഒരു ക്വാളിറ്റി സൈഡാണ്. തീർച്ചയായിട്ടും അവർ ഈ സെറ്റ് ബാക്കിൽ നിന്ന് ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. കാരണം അവർ അത്രയും ക്വാളിറ്റി ഉള്ളൊരു ബാറ്റിംഗ് ഓർഡറും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ളൊരു ബോളിംഗ് സൈഡുമാണ് KKR. തീർച്ചയായിട്ടും അവർ ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം.
ഇനി തിരിച്ച് RCBയിലേക്ക് വന്നു കഴിഞ്ഞാൽ RCBയുടെ ടീമായാലും ക്യാപ്റ്റൻ രജത് പട്ടീദർ ആയാലും ഇനി ക്വാളിറ്റി സൈഡുകൾ, അതായത് ഈ IPLലെ മറ്റ് ക്വാളിറ്റി സൈഡുകളുമായിട്ട് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇനി മുന്നോട്ട് പോകുന്ന മാച്ചുകളിൽ ഇവരുടെ പെർഫോമൻസ് നമുക്ക് കുറച്ചും കൂടെ വ്യക്തതയോടെ അറിയാൻ പറ്റും. രജത് പട്ടീദറിൻ്റെ ക്യാപ്റ്റൻസി ആയാലും അതുപോലെ തന്നെ RCBയുടെ ടീമിൻ്റെ പെർഫോമൻസ് ആയാലും. എന്തായാലും ഇന്നത്തെ മാച്ച് രജത് പട്ടീദർ ശരിക്കും ഇംപ്രസ് ചെയ്തു. എന്നെ സംബന്ധിച്ച് ആ ഒരു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാതെ സുയേഷ് ശർമ്മയെ കൊണ്ടുവന്ന മൂവ്, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാപ്റ്റൻസി രജത് പട്ടീദറിൻ്റെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത് RCB സപ്പോർട്ടർ എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു കാര്യമാണ്. അപ്പോൾ സോ ഫാർ സോ ഗുഡ് ഫോർ RCB. എന്തായാലും നമുക്ക് ഇനി നാളെ നടക്കാനിരിക്കുന്ന മാച്ചിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ ഇനി മുന്നോട്ട് നടക്കാനിരിക്കുന്ന മാച്ചുകളുടെ പ്രിവ്യൂസും ഒക്കെ ആയിട്ട് വീണ്ടും വീഡിയോസ് ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. കമൻസിൽ നമുക്ക് ക്രിക്കറ്റിനെ പറ്റി ഈ മാച്ചിനെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു IPL റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.